ഓട്ടോ വന്നില്ലല്ലോ. ഓട്ടോ ഇപ്പൊ വരും. വിളിച്ചു നോക്കിയായിരുന്നു അവരെ. സീതേ, ഒന്ന് നിന്നെ ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. ഓ പുറകേന്ന് വിളിച്ച് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അകത്ത് തന്നെ പറഞ്ഞാ പോരായിരുന്നോ? എന്തോ അമ്മേ പറ. സീതേ, നിങ്ങൾ വിചാരിക്കുന്ന പോലല്ല എന്റെ കൊച്ചുമോള്. സാമർത്ഥ്യക്കാരിയാ. വെറും സാമർത്ഥ്യക്കാരിയല്ല, അതിസാമർത്ഥ്യക്കാരി. അത് ഞങ്ങൾക്ക് അറിയാലോ. നിങ്ങൾ അറിഞ്ഞൊന്നും അല്ല സത്യം, അതുക്കും മേലെ ചേച്ചി. കഴിഞ്ഞോ? പറഞ്ഞു കഴിഞ്ഞോ? നിങ്ങൾ പറയാനുള്ളൊക്കെ ഞാൻ കേൾക്കുകയും ചെയ്ത്. ഇനി അങ്ങോട്ട് പോക്കോട്ടെ. എന്താ അമ്മേ കാര്യം എന്താന്ന് വെച്ചാ പറ. നിങ്ങളെ കൊണ്ടേ ഇപ്പൊ ഇങ്ങനെ ചാടി പുറപ്പെടുന്നതിന്റെ കാര്യം എന്താ നിങ്ങൾ ചിന്തിച്ചോ? അമ്മ അവള് പറഞ്ഞാലും കാര്യമില്ലേ. ഞങ്ങൾ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ അവിടെ പണി മര്യാദയ്ക്ക് നടക്കുന്നുണ്ടോ നമുക്ക് അറിയാൻ പറ്റുമോ? ഇപ്പൊ തന്നെ എന്തോരം പൈസ ചെലവായെന്നറിയാവോ? ചേട്ടനാണ് അങ്ങോട്ട് പോവാൻ ഭയങ്കര മടിയും. ഇത്രയും ദൂരെ യാത്ര ചെയ്യാൻ ഇത്രയും മടിയുള്ളൊരു മനുഷ്യൻ. അത് മറ്റൊന്നും കൊണ്ടല്ല, പഴയ പോലെ യാത്ര ചെയ്യാനൊന്നും എനിക്ക് വയ്യ. പണ്ട് ചെറുപ്പത്തിലേക്ക് ഞാൻ വയനാട് ഇടുക്കിയിലൊക്കെ കണ്ട മലയും കുന്നൊക്കെ കയറി ഇറങ്ങുമായിരുന്നു. അന്നത്തെ ഈ മാധവൻ സാറ് എന്നെ വിളിച്ചിരുന്നത് എന്താണെന്നറിയാമോ? സഞ്ചാരി ജനാർദ്ദനെന്ന്. അത് അല്ല, നിങ്ങളെന്താ ആരും ചിരിക്കാത്തത്? ഇപ്പം അതിന് പറ്റിയ ഒരു സാഹചര്യം അല്ലല്ലോ എന്റെ പൊന്നു കുഴപ്പമുള്ള തച്ചോ. സിറ്റുവേഷൻ മാറിപ്പോയല്ലേ? എങ്ങനെ സിറ്റുവേഷൻ മാറായിരിക്കും? ചില ആൾക്കാർ ഒരു കാര്യമില്ലാത്ത കാര്യം ഊതിപ്പെരിപ്പിച്ച് ഭയങ്കര ചൊല്ലി സംഭവമാക്കിയിട്ട് എല്ലാവരുടെയും മാനസികാവസ്ഥ മോശമാക്കി വെച്ചേക്കുമല്ലേ. എന്തുവാ നിങ്ങൾ ഈ പറയുന്നത്? ഒന്നും മനസ്സിലാവുന്നില്ല. ഒരു കുഴപ്പമില്ല, ബാ പോവാ. അയ്യോ, നിന്റെ അമ്മയും കൊണ്ട് പെട്ടെന്ന് പൊക്കോ. ചിലപ്പോ ഇവിടെ വന്നാ ഞങ്ങൾ പിടിച്ച് തിന്നാലോ. എന്താ അമ്മേ, ഇതിനിടയ്ക്ക് വേറെ വല്ല പ്രശ്നമുണ്ടോ നിങ്ങൾ തമ്മില്? വേറൊരു പ്രശ്നം ഇല്ലായിരുന്നു, പക്ഷെ ചില ആൾക്കാരുണ്ടാക്കിയത്. എന്താ പ്രശ്നം? നീ കാര്യം പറ. ഞാൻ പറയാം. ഓ, അമ്മൂമ്മ പറഞ്ഞൊക്കെ ഞാൻ കേട്ടായിരുന്നു. ഇനി ബാക്കിയുള്ളവരോടും കൂടെ പറഞ്ഞ അവരെയും കൂടെ വിഷമിപ്പിക്കും. ഉനക്ക് മട്ടുമാ വരുത്തോ, എങ്ങൾക്കും ഇருக்கு വരുത്തോ. അതിന് ചേച്ചിക്ക് ഒരു വിഷമമില്ലല്ലോ കൊച്ചേ. ലച്ചുവേ ഒന്ന് മിണ്ടായിരുന്നേ. അമ്മ കാര്യം എന്താന്ന് വെച്ചാ പറഞ്ഞേ. എന്റെ പൊന്നു സീതേ, നിങ്ങളോടുള്ള സ്വാതന്ത്ര്യം കൊണ്ട് ഞാൻ അവിടെ നിന്ന് ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞു. നിങ്ങൾ കുഴിപ്പളത്ത് പോകുന്ന കാര്യമൊക്കെ ഞാൻ ഇങ്ങനെ സംസാരിച്ചു. കുറ്റം പറഞ്ഞു. കുറ്റമൊന്നുമല്ല പറഞ്ഞത്. അമ്മ പറയട്ടെ, അമ്മ പറ. കുറ്റമൊന്നും അല്ല പറഞ്ഞത്, ഞാൻ കാര്യം പറഞ്ഞു. ആ കാര്യം പറഞ്ഞത് കേട്ടോണ്ട് വന്നതിന്റെ കലാപരിപാടികളാണ് ഇവിടെ അരങ്ങേറിയത്. കുഴപ്പമില്ല, ഞാൻ പറയാം. അതായത് സംഭവം എന്താണെന്ന് വെച്ചാല് വലിയ വലിയ കുറ്റമായിട്ടൊന്നുമല്ല പറഞ്ഞത്. അതായത് ഇപ്പൊ നിങ്ങൾ ഇവിടെ തന്നെ കയറി നിന്ന് കഴിഞ്ഞാല് അവിടെ പണിക്കാരാണല്ലോ പണിയെടുക്കുന്നത്. അവർ മാത്രം പണിയെടുത്താൽ ശരിയാവില്ലല്ലോ. അമ്മര് എങ്ങനെയെങ്കിലൊക്കെ തോന്നുന്ന പോലെ കെട്ടിവെക്കും. നമ്മളവിടെ പോയി നമ്മുടെ ഒരു സൂപ്പർവിഷൻ വേണ്ടേ? അങ്ങനെ നിങ്ങൾ പോകാതെ ഇവിടെ മടി പിടിച്ചിരുന്നാൽ ശരിയാവില്ല എന്ന് അമ്മൂമ്മ പറഞ്ഞു. അത് ചേച്ചിക്ക് പിടിച്ചില്ല. അത്രേ ഉള്ളു കാര്യം. ഇതൊക്കെ പറയുന്ന കേട്ടോണ്ടാണ് എവള് വന്നത്. എവള് വന്നിട്ട് അത് എവൾക്കുള്ള രീതിയിൽ അവള് വളച്ചൊടിച്ചു എന്ന് പറഞ്ഞാ ഞങ്ങൾക്ക് ഇഷ്ടമല്ല നിങ്ങൾ ഇവിടെ നിൽക്കുന്നേന്നാക്കി. എന്റെ സീതെ, നിങ്ങൾ ഇവിടെ നിൽക്കുന്നതിന് നിങ്ങളോട് എന്തെങ്കിലും ഇഷ്ടക്കേട് ഞാൻ കാണിച്ചിട്ടുണ്ടോ? ഇടയ്ക്കിടയ്ക്ക് അവിടെ പോയി അവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് തിരിച്ചു വരണോന്നേ ഞാൻ പറഞ്ഞുള്ളൂ. ആ പറഞ്ഞതിനകത്ത് തെറ്റുണ്ടോ? അതിനെനിക്ക് എന്റെ കൊച്ചുമോടെ കയ്യിൽ നിന്ന് കണക്കിന് കിട്ടി. പിന്നെ ഇത് ഇടയ്ക്കിടയ്ക്ക് എനിക്ക് കിട്ടുന്നതായതുകൊണ്ടേ എനിക്ക് വലിയ സംഭവമൊന്നുമില്ല. എന്തായാലും നിങ്ങൾ പോയിട്ടൊക്കെ വാ. എന്നാ പാപ്പുവാ. എങ്ങോട്ട്? കുഴിപ്പളത്തേക്ക്. നീ ഒന്ന് അടങ്ങ്, ഞാനൊന്ന് ആദ്യം സംസാരിക്കട്ടെ. അല്ലമ്മ, അത് അമ്മൂമ്മ അച്ഛനും അമ്മനും കുറ്റം പറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ നിങ്ങളുടെ മാനം കാക്കാൻ വേണ്ടിയല്ലോ അങ്ങനെയൊക്കെ പറഞ്ഞു. നീ ഞങ്ങളുടെ മാനം കാത്താണോ ഇപ്പൊ കണ്ടത്? ഇതിപ്പോ ഞങ്ങളുടെ മാനം കളഞ്ഞ പോലെ ആയില്ലേ? ലച്ചു, നീ ഇത്ര നേരം ഞങ്ങളെ പൊട്ടനാട്ടം കാണുന്ന പോലെ വേഷം കിട്ടിക്കുകയല്ലേ ചെയ്തത്? ഒരു കാര്യം അറിയാൻ മേതല്ല ഇത്ര നേരം നമ്മൾ ഇരുന്നത്. ഇപ്പൊ ഞങ്ങൾ പോയിരുന്നെങ്കിലോ? അമ്മ പറഞ്ഞാൽ എന്ത് തെറ്റാ ഉള്ളത്? വല്ലപ്പോഴും ആ വീട്ടിൽ പോയി അവിടെ എന്താ നടക്കുന്നതെന്നെങ്കിലും നോക്കണ്ടേ? ഇങ്ങേറെ മടി കാരണം പോവാതിരിക്കുന്നതല്ലേ? ആ പറഞ്ഞതിനെ നല്ല രീതിയിൽ എടുക്കാതെ ഇത്രയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി ഒരു കാര്യവും ഞങ്ങളോട് പറഞ്ഞ് ഞങ്ങളെയും വിളിച്ചങ്ങ് ഇറങ്ങി പോയേക്കുവാ. ഇപ്പൊ പോയിരുന്നെങ്കിലോ എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടായേനെ കുടുംബത്തില്? നീ ഒരു കാര്യം ചെയ്യ്, എന്തായാലും ഒരുങ്ങി കെട്ടി ഇറങ്ങിയതല്ലേ, കുഴപ്പളത്ത് പോയി അവിടെ പണി എന്തൊക്കെയാന്ന് അറിഞ്ഞിട്ട് വന്നാ മതി. നീ ഒറ്റയ്ക്ക് തന്നെ വാമേ. പറക്കുട്ടി വാ. ഇവിടെ ഒരു പിണക്കം. അച്ഛ, എന്റെ കൂടെ പോരുന്നു കുഴിപ്പളത്തേക്ക്. മോളെ അവിടെ ചെല്ലുമ്പോഴേ സിമന്റ് എത്ര ചാക്ക് ബാലൻസ് ഉണ്ടെന്നൊന്ന് എണ്ണി വെക്കണേ. അത് കൂടാതെ കമ്പി കട്ടയൊക്കെ അവിടെ ചെതറി കിടപ്പുണ്ടാവും. അതെല്ലാം ഒന്ന് പിറക്കി കൂട്ടി ഒരു മൂലൊക്കെ സൈഡിലാക്കി വെച്ചേക്കണം കേട്ടോ. മറന്നു. അപ്പൊ ശരി. എന്തൊരു കഷ്ടമാണത്. അമ്മായിയമ്മയുടെ അമ്മായിയപ്പനെ മാനം കാക്ക ഇറങ്ങിയതാ. അവസാനം ഞാൻ വീടിന് പുറത്ത്.